ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. 10 ദിവസങ്ങൾക്ക് മുന്നെയാണല്ലോ മലയാളത്തിലെ കംപ്ലീറ്റ് എന്റർടൈനർ സിനിമ ഛോട്ടാ മുംബൈ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. സിനിമയുടെ 10 ദിവസത്തെ കൃത്യമായി കേരള വേൾഡ് വൈഡ് കളക്ഷൻ വന്നിരിക്കുന്നു. അത് പ്രകാരം കേരള കളക്ഷൻ പ്രതീക്ഷ ലെവലിലേക്ക് എത്തിയപ്പോൾ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷ ലെവലിലേക്ക് എത്തപ്പെട്ടിട്ടില്ല എന്നാണ് ആദ്യം പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. കേരളത്തിൽ 10 ദിവസങ്ങൾ കൊണ്ട് 3,40,00,000 ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത ഛോട്ടാ മുംബൈ എന്ന സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും ശോകം റിലീസ് കാരണം ഇപ്പോഴും 4 കോടിയിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. 3,78,00,000 രൂപയാണ് ഛോട്ടാ മുംബൈയുടെ വേൾഡ് വൈഡ് 10 ദിവസത്തെ ഗ്രോസ് കളക്ഷൻ. അതും മികച്ച കളക്ഷൻ തന്നെയാണ് എന്ന് പറയാമെങ്കിൽ പോലും സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ സിനിമയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. എന്തായാലും 4 കോടിയിലേക്ക് സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെടും. ആ റിപ്പോർട്ടുകൾക്കായിട്ട് കാത്തിരിക്കൂ. അപ്പോൾ മലയാളത്തിൽ 4ാമതായിട്ട് റിലീസ് ചെയ്ത ലാലേട്ടന്റെ റിലീസ് സിനിമയും വിജയിച്ചിരിക്കുന്നു എന്ന് പ്രത്യേകം പ്രേക്ഷകർ അറിയിച്ചുകൊള്ളട്ടെ. കാത്തിരിക്കൂ ഛോട്ടാ മുംബൈയുടെ ഫൈനൽ വരെയുള്ള കളക്ഷനായിട്ട്. എമ്പുരാൻ മുതൽ കഴിഞ്ഞ 90ഓളം ദിവസങ്ങളിലും നമ്മുടെ ലാലേട്ടൻ തിയേറ്ററുകളിലുണ്ടല്ലോ. ഈ മാസം അവസാനത്തോടെ വീണ്ടും ലാലേട്ടൻ പുതിയ സിനിമയിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നു. അത് കണ്ണപ്പ എന്ന സിനിമയിലൂടെയാണ്. തെലുഗു പാനന്തൻ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് വരാനിരിക്കുന്ന കണ്ണപ്പ ജൂൺ 27 തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ചിത്രത്തിൽ നമ്മുടെ ലാലേട്ടൻ ഗസ്റ്റ് കാമിയ റോളിൽ എത്തുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ തിയേറ്റർ റിലീസിന് ഒരാഴ്ച മുന്നേ അല്ല, ഏകദേശം 10 ദിവസങ്ങൾക്ക് മുന്നേ സിനിമയുടെ ആദ്യ അഭിപ്രായം ഒരാളിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അത് സാക്ഷാൽ തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ രജനികാന്തിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം രജനികാന്ത് അങ്കിൾ സിനിമ കണ്ടുവെന്നും കണ്ണപ്പ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഇതിനോടൊപ്പം തന്നെ സിനിമയിലെ നായകൻ കൂടിയായ വിഷ്ണു മഞ്ജു അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ രജനികാന്തിന് ഇഷ്ടപ്പെട്ട സിനിമ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ജൂൺ 27 അറിയാം. കാത്തിരിക്കാം കണ്ണപ്പ വാർത്തകൾക്ക്.